അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ മേക്കപ്പ് പൗച്ചിലെ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിക്കലും അതേപോലെ തന്നെ എൻ്റെ പഴയ പൗച്ചിൽ നിന്ന് പുതിയ പൗച്ചിലേക്ക് സാധനങ്ങൾ മാറ്റി വെക്കുന്നതാണ് കേട്ടോ. ഈ പൗച്ച് ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും ഷോർട്സിൽ ഇട്ടിട്ടുണ്ടാവും, റിവ്യൂ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഡേ ക്രീമാണ് കേട്ടോ. ഫേസ് ക്രീം ബീട്രൂട്ടിൻ്റെ മമാർത്തിൻ്റെ കുഴപ്പമില്ലാത്ത പ്രോഡക്റ്റാണ്. എനിക്ക് വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ല. ഞാൻ ഡെയിലി യൂസ് കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് നാളൊക്കെ യൂസ് ചെയ്തായിരുന്നു. ഇപ്പം അങ്ങനെ വലിയ യൂസിങ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആദ്യം ഈ പ്രോഡക്റ്റിന് നമുക്ക് പൗച്ചിലേക്ക് വെക്കാം കേട്ടോ. എൻ്റെ പഴയ പൗച്ച് ഏകദേശം ഞാൻ 4 വർഷം തന്നെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതും മീഷോന്ന് തന്നെ വാങ്ങിച്ചതായിരുന്നു. പിന്നെ ഇത് രണ്ടാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒലയാണ് കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അറൗണ്ട് 5 വർഷം ആവാറായിട്ടുണ്ട്. എൻ്റെ നിക്കാഹിൻ്റെ സമയത്താണ് ഇത് ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്ത് തുടങ്ങിയത്. ഇതിൻ്റെ ആത്മാവ് വരെ ഞാൻ ഊറ്റി ഞെക്കി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് എയറും കൂടി പുറത്തിട്ട് വരാണ്ട് അതിനു വേണ്ടി കാത്തിരിക്കുന്നതാണ് കേട്ടോ. അത്രക്കും യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ അത്രക്കും മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഉപയോഗിക്കുന്ന സാധനം എന്ന് പറയുന്നത് ഈ ഒലയുടെ ക്രീമാണ് കേട്ടോ. പിന്നുള്ളത് സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഫൗണ്ടേഷനാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ബ്ലെൻഡ് ചെയ്യാനും ഇടാനും ഒക്കെ നല്ല ഈസിയാണ്, ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല നമുക്ക് ഡെയിലി മേക്കപ്പിനൊക്കെ എന്തായാലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫൗണ്ടേഷനും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതേ ബാഗിൽ വലിയ സൈഡിലായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ പോൺസിൻ്റെ സൺസ്ക്രീനാണ് കേട്ടോ. ഇതിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫൗണ്ടേഷൻ്റെ കാര്യങ്ങളുടെ ഒന്നും ആവശ്യം വരുന്നില്ല എന്നാട്ടോ എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ ഫേസിന് ഒരു എന്താണ് ക്രീം ഇട്ട പോലത്തെ ഒരു വൈറ്റ് കാസ്റ്റ് ഇതിടുമ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ. അടുത്തതെന്ന് പറഞ്ഞത് ലാക്മേയുടെ ഈ ഡേ ക്രീമാണ് കേട്ടോ. ഇത് കാരണം ഇത് നമുക്ക് ഓഫറിലാണ് ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തത്. കിട്ടിയ സമയത്തും ഇതിനുള്ള വെറും കാറ്റ് മാത്രമായിട്ട് ഉണ്ടായുള്ളൂ. കുറച്ച് ക്വാണ്ടിറ്റി മാത്രമാണ് അതിൻ്റെ ഉള്ളിൽ പ്രോഡക്റ്റ് ഉണ്ടായിട്ടുള്ളൂ. ഓഫറിൽ കിട്ടിയതാണെന്ന് ഓർത്തിട്ടായിരിക്കും, കാരണം അതിൻ്റെ ഉള്ളിൽ സാധനവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നുള്ളത് എൻവൈബയുടെ സ്ട്രോപ്പ് ക്രീമും ബ്ലഷാണ് കേട്ടോ. ഇതൊന്നും എപ്പോഴും യൂസിങ് ഇല്ല കേട്ടോ. വല്ല ഫംഗ്ഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പെരുന്നാൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമായിട്ട് യൂസ് ചെയ്യുള്ളൂ. ഇത് സ്ട്രോപ്പ് ക്രീം ഇട്ടാൽ തന്നെ നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആവും കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായതാട്ടോ ഈ പ്രോഡക്റ്റ്. അതുകൊണ്ട് തന്നെ ഞാൻ പിച്ചിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഒല കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഇത് രണ്ടാണ് കേട്ടോ. അങ്ങനെ അത് രണ്ടും നമുക്ക് ഈ പൗച്ചിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഉള്ളത് ഇൻസൈറ്റിൻ്റെ ബ്ലഷാണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് 04 വാട്ടർമെലൺ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് കേട്ടോ. ഇതും അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ. നല്ല പിഗ്മെൻറ്റേഷനും കാര്യങ്ങളുള്ള പ്രോഡക്റ്റാണ്. എന്തെങ്കിലും ഏറും ഞാൻ നൈക്കയുടെ ബ്ലഷ് കേട്ടോ യൂസ് ചെയ്യില്ല. അത് നാച്ചുറൽ ലുക്ക് തന്നെ ഉണ്ട്. പിന്നെ ഉള്ളത് ഇത് എൻ്റെ ലിപ്സ്റ്റിക്കും ലിപ് ബാമും. ഇതിൽ 2 ലിപ്സ്റ്റിക്ക് ഞാൻ ഈ അടുത്ത് തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ. ഈ മേബിലൈൻ്റെയും ഒരു മാർസിൻ്റെ ലിപ്സ്റ്റിക്കും. ബാക്കിയൊക്കെ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നതാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ ലിപ്സ്റ്റിക്ക് എന്തെങ്കിലും റിവ്യൂവും കാര്യങ്ങളും കണ്ട് വാങ്ങിച്ചാൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ താത്ത വീട്ടിൽ വരുമ്പോൾ അവൾ പറക്കിക്കൊണ്ടുപോകും, അല്ലെങ്കിൽ ഞാൻ അവൾക്കെടുത്ത് കൊടുക്കുകയും. പിന്നെ ജസ്റ്റ് ഹെർബിൻ്റെ ഈ ലിപ്സ്റ്റിക്ക് 1 വർഷത്തിന് മുകളിലായിട്ട് എൻ്റെ കയ്യിലുള്ളത്. പിന്നെ ഇതേ ഷുഗർ പോപ്പിൻ്റെ ഈ ലിബാം, അടിപൊളി ലിബാമാണ് കേട്ടോ. ഒരു നാച്ചുറൽ നമ്മുടെ പിങ്കിൻ്റെ ഒരു ടിൻ്റൊക്കെ ഉള്ള ലിബാമാണ് കേട്ടോ. ചുണ്ട് നല്ല മോയ്സ്ചറൈസറായിട്ട് ഇരിക്കുകയും ചെയ്യും ആ ലിബാം യൂസ് ചെയ്താൽ. അതുകൊണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റാണ്. അതൊക്കെ ഉള്ളിൽ ഈ സിബിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഈ ബ്രഷാണ് കേട്ടോ. അത് ഞാൻ ലിപ്സ്റ്റിക്ക് ഇടാൻ യൂസ് ചെയ്യുന്ന ബ്രഷാണ്. പിന്നെ സാധാ ഡാസ്ലറിൻ്റെ ഐലൈനറും പിന്നെ മസ്കാരയും. ഐലൈനറും മസ്കാരയും അതേപോലെ തന്നെ ഞാൻ എപ്പോഴും യൂസ് ഇല്ല, എപ്പോഴും ഐലൈനറിൽ ഇടലില്ല കേട്ടോ. കാരണം എനിക്ക് ഐലൈനർ ഇടുന്ന സമയത്ത് കണ്ണ് പെട്ടെന്ന് ചൊറിഞ്ഞ് ചുമക്കും, അതുകൊണ്ട്. പിന്നെ പോൺസിൻ്റെ പൗഡറുണ്ട്, കുറേ അത്തറും സ്പ്രേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇതേ ആ സൈഡിലെ ഓരോ അറകളിലേക്കായിട്ട് ഇറക്കി വെക്കാം കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പെർഫ്യൂം, അത്തറ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഉണ്ടെങ്കിൽ തന്നെ യൂസ് ചെയ്യില്ല കേട്ടോ. ഇങ്ങനെ കൊണ്ടെടുക്കും. എനിക്ക് അതിൻ്റെ മണം ഇഷ്ടപ്പെടുന്നത് മാത്രം ഇങ്ങനെ കൊണ്ടെടുക്കും യൂസ് ചെയ്യാണ്ട്. ഇത് ഞാൻ ബെല്ലാവീറ്റയുടെ വൈറ്റ് ടൂത്ത്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മണമാണ് കേട്ടോ. തീരാറായി, എന്നാലും ഇത് ഞാൻ ഇങ്ങനെ കൂടെ കൊണ്ട് നടക്കുന്നതാണ് കേട്ടോ. ചെറിയ അത്രകൾ ഇപ്പോൾ എവിടെയെങ്കിലും കണ്ടാൽ തന്നെ മേടിക്കും കേട്ടോ. റോഡ് സൈഡിൽ ഇപ്പോൾ ആൾക്കാരൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ അവരെ നിന്നൊക്കെ മേടിക്കും കേട്ടോ, ഇങ്ങനെ നല്ല മണമുള്ളത്. പിന്നെ ഉള്ളത് ജോൺസൺ ബേബിയുടെ ഒരു മോയ്സ്ചർ ക്രീമും പിന്നെ എൻ്റെ മിററും. ഇത്തരം സാധനങ്ങളാണ് കേട്ടോ എൻ്റെ പൗച്ചിലുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.